ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പ്ലീസ് വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ പെട്ടെന്ന് ഒരു നാട്ടിൽപ്പോക്ക് ഉണ്ടായി. പെട്ടെന്ന് അപ്പോൾ ഞങ്ങൾ ഏലന്തിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി. അങ്ങനെ നോക്കിയപ്പോൾ അതാ നേരം ഇങ്ങനെ വെളുത്ത് പുലർച്ചെ ഇങ്ങനെ സൂര്യ ഉദിച്ച് വരുന്നു. കാണാൻ നല്ല സ്റ്റൈലായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ നോക്കുമ്പോൾ മേഘങ്ങളുടെ ഇടയിൽ ഇങ്ങനെ എന്താ സ്വർണ്ണത്തിളക്കം പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കൊതു കടിച്ചിട്ട് ഏലന്തിയിലാണ് കൊതു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം. പുതപ്പൊക്കെ കാലിൻ്റെ മുകളൊക്കെ ഇട്ടിട്ട് കാലിൻ്റെ മുകളും മേലൊക്കെ ഇങ്ങനെ കൊതു കടിക്കട്ടോ. എന്താ പറ്റിയെന്നറിയില്ല, ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഇതുണ്ടായത്. പിന്നെ ഇങ്ങനെ നേരം വെളുത്ത് വരുന്നൊക്കെ നോക്കിയിരുന്ന് ശരിക്കും പോലെ ഒന്ന് നല്ലപോലെ ഉറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൊതു കടിക്കണോണ്ട് ഒക്കെ ആയിട്ട് അപ്പോൾ പുറത്തേക്ക് നോക്കി വന്നപ്പോൾ നല്ല വ്യൂ ഇങ്ങനെ കാണുന്നു. നേരം ഇങ്ങനെ വെളിച്ചായോണ്ടേയിരിക്കുന്നത് അടിപൊളിയായിരുന്നു. കാണാൻ ഒരു പ്രത്യേക ഭംഗി. നിങ്ങൾക്ക് ഇങ്ങനെ വ്യക്തത കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ എന്ത് ഭംഗിയായിരുന്നു വെച്ചിട്ടാണ് കാണാൻ. കണ്ണിന് അത്രയ്ക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയിരുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ജീവിതത്തിൽ ഫസ്റ്റ് സൂര്യൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോഴുള്ളൊരു ഇതുണ്ട്. ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പകർത്തി എനിക്കൊരു രസം. അപ്പോൾ ഞാനെന്ത് ചെയ്ത്, ടൈമും പോകണ്ടേ, അപ്പോൾ ഞാൻ അങ്ങനെ മുഖം ഇങ്ങനെ ശരിക്കും സൺലൈറ്റിൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ ഫേസ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് കണ്ണിലേക്ക് ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്നതുകൊണ്ട് കണ്ണ് ശരിക്കും ഓപ്പണാക്കി പിടിക്കാനേ പറ്റുന്നില്ല. എന്നാലും ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് പല ആംഗിളിലും വെച്ചിട്ട് ലാസ്റ്റ് കണ്ണ് എന്താ പറയുക, ഒരു കണ്ണ് കാണാത്തൊരവസ്ഥ, അങ്ങനെ വിറൾ പോയിട്ട് നമ്മുടെ കണ്ണ് ആകെ ഒരു തരം അവസ്ഥ പോലെ. അങ്ങനെ മൊബൈലിലേക്ക് നോക്കുമ്പോൾ വീഡിയോയിലേക്ക് നോക്കുമ്പോൾ ഒന്നും അത്രയ്ക്ക് ഇങ്ങനെ സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് കാണിച്ചു തരട്ടെ. ഇതൊക്കെ കൊതുക്കളാണ് കേട്ടോ. ആദ്യം ഇങ്ങനെ ഫുള്ള് അറക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മെല്ലെ അങ്ങനെ നോക്കിയിട്ട് അപ്പോൾ എവിടേക്കാണെന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല ഈ വീഡിയോയിൽ. ഇതാ ഒന്ന്. പിന്നെ ഞങ്ങളുടെ പുതപ്പിൻ്റെ കാലിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. കാലിൽ മുളക് കടിച്ചിട്ട് അമ്മേ പറയാൻ വയ്യ. അങ്ങനെ നേരം വെളുത്ത് ഇതാ ലാൻഡിങ് സമയമായി തുടങ്ങിയിരിക്കണം. അങ്ങനെ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാൻഡ് ചെയ്തു കൊച്ചി എയർപോർട്ടിൽ. അവിടുന്ന് വീട്ടിലേക്ക് ലഗേജൊക്കെ പേറി അങ്ങനെ വീട്ടിലെത്തി. ഞങ്ങൾ ഇനി പിറ്റേ ദിവസത്തെ വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നത്. അതിന് പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ്. പിറ്റേ ദിവസം ഗുരുവായൂർ അമ്പലത്തേക്ക് ആണ് പോണത്. നമ്മുടെ കണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പോവുകയാണിത്. നല്ല രാവിലെ പോവുകയാണ്. പിന്നെ മമ്മിയൂർ ക്ഷേത്രമാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലെത്തി. പാർക്കിംഗ് ഏരിയയിലെത്തി. അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, നടന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യൊരു സ്ഥലത്ത് പോയി, അവിടെ പാർക്കിംഗ് കിട്ടിയില്ല. പിന്നെ ഒരു സ്ഥലത്ത് കയറി, അപ്പോൾ പാർക്കിംഗ് കിട്ടി. പാർക്കൊക്കെ ചെയ്ത് ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് കാണട്ടെ. ഇത് അമ്പലത്തേക്ക് പോകണേക്കാട്ടും മുന്നേ ഞാനെടുത്ത വീഡിയോ ആണ്. എങ്ങനെയുണ്ട്? ഇപ്പോൾ അമ്പലത്തിൽ പോയി വന്നിട്ട് ഭയങ്കര തിരക്ക്. അവിടെ ഉത്സവമായിരുന്നു. നല്ല സൂപ്പറായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി നന്നായി കണ്ണൻ പ്രാർത്ഥിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഒരു കാര്യങ്ങൾ വെച്ചാൽ കണ്ട, അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിറച്ചും കൊന്ന പൂത്ത് നിൽക്കണം. എന്ത് രസമായിരുന്നെങ്കിൽ കാണാൻ. അങ്ങനെ വെയിലത്ത് ഇങ്ങനെ മഞ്ഞച്ചിട്ട് കൊന്നപ്പൂക്കൾ, അടിപൊളി സ്റ്റൈല്. അങ്ങനെ അതൊക്കെ എടുത്ത്, പിന്നെ മാങ്ങ, പേരയ്ക്ക ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങളെടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എന്താ കണ്ടില്ലേ, ഒക്കെ ചെറിയ കുട്ടികൾക്കടക്കം ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പൊട്ടിക്കാൻ പാകത്തിൽ താഴ്ത്തായിട്ടാണ് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത്രയ്ക്ക് താഴ്ത്ത്. അപ്പം കാണാൻ തന്നെ നല്ല സൂപ്പറായിരുന്നു. ഇങ്ങനെ കൊലകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പല മാവുകളും, കുറേ മാവുകളുണ്ട്. അപ്പോൾ ഞാൻ 2-3-4 മാവുകളുടെയൊക്കെ ഉണ്ടായത് ഇങ്ങനെ എടുത്ത്, പിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് മാങ്ങ പൊട്ടിക്കട്ടോ. ഇങ്ങനെ കയ്യെത്തൊന്നും നല്ല മൂത്ത മാങ്ങ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴുപ്പിക്കാനൊക്കെ വയ്ക്കാമല്ലോ, അതുകൊണ്ട്. അപ്പം കയ്യിട്ട് പൊട്ടിച്ചതും ഇങ്ങനെ നമ്മൾ അടിച്ച് വിട്ട് പൊട്ടിച്ചതും ഒക്കെ ആയിട്ട് വലിച്ചിട്ടുള്ളതൊക്കെ കറി വയ്ക്കാനും ഇതിനൊക്കെ എടുക്കാം. മറ്റതല്ല, കയ്യിട്ട് പൊട്ടിച്ചതൊക്കെ പഴുപ്പിക്കാൻ വയ്ക്കാം, അങ്ങനെ വിചാരിച്ചിട്ട് ഇതൊക്കെ കയ്യിട്ട് പൊട്ടിച്ച് ഞങ്ങൾ. പിന്നെ പഴം കൊടുന്ന് കുറേ പഴക്കൊല
മൂത്തിട്ട് നിൽക്കണായിരുന്നു. അപ്പം ഞാൻ പഴം കൊടുന്ന് ചക്ക, പഴം, മാങ്ങ, പേരയ്ക്ക, അതുപോലെ തന്നെ നമ്മുടെ പുളിയില്ലേ അത്, അങ്ങനത്തെ അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ ഞാനമ്മയും കൂടിയിട്ട് മേലെ കയറിയിട്ട് വീടിൻ്റെ മേലെ കയറിയിട്ട് മാങ്ങ പൊട്ടിക്കുക. അതൊക്കെ കഴിയുന്ന അപ്പോൾ ഒരു ബക്കറ്റിൽ ആക്കിയിട്ട് കയ്യിൽ നിന്ന് പൊട്ടിക്കുന്നത് ബക്കറ്റിൽ ആക്കി വെച്ച് മറ്റേ വീണത് നിലത്ത് വീണത് നമ്മൾ വേറെയും കൊണ്ടുവരും അങ്ങനെ. അപ്പോൾ ഞാൻ മാങ്ങ പൊട്ടിക്കണത് ഞാനല്ല, ഞാൻ വീഡിയോ എടുക്കുക, കണ്ടില്ലേ, അമ്മയാണ് മാങ്ങ പൊട്ടിക്കണത്. അപ്പോൾ നല്ല സൂപ്പറായിരുന്നു. ഞങ്ങൾ മാങ്ങ പൊട്ടിക്കൽ. നല്ല വെയിലുണ്ട് നാട്ടിൽ, കുഴപ്പമില്ല. പിന്നെന്താണ്, നല്ല നെല്ലിക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മോള് നെല്ലിമരം അവിടെ ഉണ്ട് കേട്ടോ, അത് കാണിച്ചില്ല. അതിൻ്റെ മോള് നെല്ലിക്ക ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കാണാൻ അടിപൊളി സ്റ്റൈലായിരുന്നു. എന്താ പറയുക, അടിപൊളി സ്റ്റൈലായിരുന്നു. നിറച്ച് മാവിൻ്റെ മുകളിൽ മാങ്ങ പൂത്ത് നിൽക്കുന്നതും കായ്ച്ച് നിൽക്കുന്നതും കൊന്ന പൂത്ത് നിൽക്കുന്നതും നാട്ടിൽ പോയി പ്രത്യേക ഒരു അനുഭൂതി. അപ്പം ഞങ്ങളൊക്കെ മാങ്ങയൊക്കെ പൊട്ടിക്കട്ടെ, എന്നിട്ട് പേക്ക് ചെയ്യണം. ഇത് പേക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. മാങ്ങപ്പറിയൊക്കെ കഴിഞ്ഞിട്ടേ വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി നേരം വൈകി തുടങ്ങിയിരിക്കണം. അപ്പോൾ മാങ്ങയൊക്കെ പറിച്ച് ഞങ്ങൾ കയ്യിൽ പൊട്ടിച്ച മാങ്ങ ബക്കറ്റിലാക്കി, നിലത്തുള്ളത് ഒരു വേറെ കവറിലാക്കി, ചുണയൊക്കെ ഒന്ന് തുടയ്ക്കണം, പെട്ടി പേക്ക് ചെയ്യണം. അങ്ങനെ പെട്ടി പേക്ക് ചെയ്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി വീട്ടിൽ നിന്ന് എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഒന്ന് നല്ല ഇത് സുഖമായി കിടന്നുറങ്ങി വണ്ടിയിൽ. അതാണ് മുഖമൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഞാൻ കുറച്ച് അങ്ങനെ വീഡിയോ എടുത്ത് ഇനി ബോഡി പാസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട്. അങ്ങനെ ഇതാ ഇവിടെ ക്യൂ പോയിട്ട് നിൽക്കണം, നമ്മുടെ ലഗേജ് ചെക്കിങ്ങിൽ ഇടണം കാര്യങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് കുറച്ചെടുത്ത് ബോഡി പാസ് കാര്യങ്ങളൊക്കെ കിട്ടി, ബോഡി ചെക്കപ്പ് കഴിഞ്ഞ് ഞങ്ങളിതാ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകണു. ഫ്ലൈറ്റിൽ വീണ്ടും ഞങ്ങൾ റിട്ടേൺ എയർ ഇന്ത്യയിലാട്ടോ. പക്ഷേ ഇപ്രാവശ്യത്തെ എയർ ഇന്ത്യയിൽ കൊതുവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വരുമ്പോഴിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സീറ്റൊക്കെ പിടിച്ചു, സീറ്റൊക്കെ കിട്ടി. അവിടെ ഇരുന്ന് ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് കണ്ടില്ലേ, ഇനി ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വീഡിയോയിൽ ഒക്കെ എടുത്തിട്ടുണ്ട്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ പുറത്തുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ വേറെ ഫ്ലൈറ്റ് വന്ന് ഇന്ത്യക്ക് വന്ന് അതിന് ലഗേജ് കയറ്റുന്നതും ഇറക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ട്. പിന്നെ എന്താണ് ഇതപ്പോൾ നമ്മളുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്, അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ വീണ്ടും അവർ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതിലൊരു നമ്മുടെ കേടുണ്ടായിരുന്നു, മിൽമയുടെ വെള്ളം, ബണ്ണ്, പിന്നെന്താ നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. റൈസ് വെജാണ് ഞാൻ വാങ്ങിച്ചത്, റൈസ്, ഒരു കറിയും, പിന്നെ ഒരു നമ്മുടെ ഉപ്പേരിയും. ബണ്ണിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫേസ് സാഫാക്കാനുള്ള ഒരു ഷീറ്റ് ഉണ്ട്, വെറ്റ് ഷീറ്റ്, ടിഷ്യൂ പേപ്പർ ഉണ്ട്, സോറി ഷീറ്റല്ല ടിഷ്യൂ പേപ്പർ, അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താണ്, അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ബോംബെയിലെത്തി. ബോംബെയിൽ നിന്ന് ഞങ്ങൾ നമ്മുടെ ലഗേജൊക്കെ ഒന്ന് എടുക്കണമല്ലോ, അതിന് വേണ്ടി പോവുകയാണത്. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ ലഗേജ് ഒക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക്, നമുക്ക് ടാക്സി വിളിക്കണം, വണ്ടി വിളിക്കണം, അതിന് വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്ത് അത് അവിടുത്തെ നല്ല അടിപൊളി ബാറിൻ്റെ, ചോക്ലേറ്റിൻ്റെ, പിന്നെ സ്വീറ്റിൻ്റെ കടയുടെ ഒക്കെ ആയിട്ട് അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തു. അവിടെ നിന്നപ്പോൾ സുനീട്ടൻ പോയിട്ട് നമ്മുടെ വണ്ടി ബുക്ക് ചെയ്തു. അപ്പോൾ വണ്ടി കയറി ആകെ ഒരു ഉറക്കച്ചടവ്, രാത്രി 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പാർസൽ പൊട്ടിക്കാൻ. അങ്ങനെ വന്ന് ഒരു മാക്സിയൊക്കെ എടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റി വേഗം മാക്സിയൊക്കെ എടുത്തിട്ട് പാർസൽ പൊട്ടിക്കുകയാണ്. ചക്കയും മാങ്ങി ഇതൊക്കെ കണ്ടപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അങ്ങനെ ചക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്, പഴമുണ്ട്, അതൊക്കെ ഞാൻ ഒക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ ഒരു പാക്ക് ചെയ്ത് പിന്നെ പെട്ടിയിലായിട്ടാണ് കൊടുന്നത്. പിന്നെന്താണ്, നമ്മുടെ പ്രസാദം ഉണ്ടായിരുന്നു ഇവിടുത്തെ മുരുകൻ്റെ അമ്പലത്തിൽ പഴനിയിലത്തെ ചക്ക. ഞാൻ ചുള പറിച്ചിട്ട് കൊടുന്നത് ഉപ്പേരി വെക്കാനും എലിശ്ശേരി വെക്കാനൊക്കെ പറ്റിയൊരു ഇതായിരുന്നു. പിന്നെ പഴമുണ്ട്, പേരയ്ക്ക കുറച്ച് പൊട്ടിച്ച്, പിന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്, പിന്നെ
പഴുത്ത ചക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്, ഇതാ കണ്ടില്ലേ, അത് നന്നായി പഴുത്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ പഴുത്തതും ആയിട്ടുള്ള മാങ്ങ, പഴുപ്പിക്കാനായിട്ടുള്ള മാങ്ങ ഉണ്ട്, കണ്ടില്ലേ, അതും ഒരു കവറിൽ കൊടുന്ന്. ഇത്ര സാധനങ്ങളാണ് നാട്ടിൽ നിന്ന് കൊടുന്നുള്ളൂ. ഇനി ഇതൊക്കെ പഴുത്ത്, പിന്നെ ബേക്കറി കുറച്ച് കൊടുന്ന് ബേബിക്ക്